ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ്. ഇടിയപ്പവും കടലക്കറിയും. നല്ല പൂ പോലത്തെ ഇടിയപ്പവും അതിന് കോമ്പിനേഷനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയും. കൈയൊന്നും ഒട്ടും വേദനിക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഇടിയപ്പം, അതിന് കോമ്പിനേഷനായിട്ട് കടലക്കറി, തേങ്ങ വറുത്തൊന്നും അരയ്ക്കാതെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കടലക്കറിയും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/2 കിലോ പാക്കറ്റിൻ്റെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയൊന്നുമല്ല, ഞാൻ ഡിമാർട്ടിൽ നിന്ന് സാധാരണ നമ്മൾ കിട്ടുന്ന അരിപ്പൊടിയാണ്. 1/2 കിലോ 500 ഗ്രാംസ് അരിപ്പൊടിയുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഈ പൊടി നമ്മൾ പാത്രത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ 1 ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കണം. അപ്പം അരിപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 സ്പൂണ് കൊണ്ട് ആ ഉപ്പും അരിപ്പൊടിയും ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ 1 ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എടുത്ത് നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് സ്പൂണ് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഒത്തിരി ഹാർഡായിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ആ ചൂട് എല്ലായിടത്തും ഒന്ന് തട്ടുന്ന പോലെ ഇതുപോലെ പതുക്കെ സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി കുറച്ച് വെള്ളമുണ്ട്. നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളമായിരുന്നു തിളപ്പിച്ചത്, 1/2 ഗ്ലാസ് വെള്ളമാണ് ആദ്യമേ ഒഴിച്ചത്. ബാക്കി 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഇതുപോലെ ഒഴിച്ചിട്ട്, ചൂട് വെള്ളമാണ് ഒഴിച്ചിട്ട് മൂടി ഒരു 10 മിനിറ്റ് സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. 10 മിനിറ്റ് കഴിയുമ്പം ഇതെടുത്ത് കഴിയുമ്പം കുറച്ച് ഒന്ന് ആറിക്കാണും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. തണുത്ത വെള്ളം ഒഴിച്ച് ഒന്നിച്ച് 1/2 കിലോ അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതി, കൂടുതൽ വേണ്ട. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഇതുപോലെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടി നമ്മളിപ്പം ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുമല്ലോ, അതുപോലെ കുറേശ്ശെ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് വെള്ളം കൂടി പോകാൻ പാടില്ല. അത് കാരണം കുറേശ്ശെ തണുത്ത വെള്ളം ഒന്നിച്ച് നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം മതി 1/2 കിലോ അരിപ്പൊടി ഒന്ന് നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ കണ്ടോ. ഇപ്പം നമ്മളൊരു ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന മാവിൻ്റെ ആ കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ. ആ ഒരു പരുവത്തിൽ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ ഉരുട്ടാൻ പറ്റുന്ന ആ പരുവത്തിൽ. ഇനി നമുക്ക് ഇത് മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് ഒരു സൈഡിലേക്ക് ഇട്ട് കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടും. ഇനി ഇഡ്ഡലിപ്പാത്രം, നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലിപ്പാത്രത്തിലാണ് ഞാനിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിപ്പാത്രം എടുത്തിട്ടുണ്ട്. അതിലെല്ലായിടത്തും ഇതുപോലെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണം. അത് അവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ ഇത് നമുക്ക് ഈസി ആയിട്ടൊന്ന് എടുക്കാനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അതിൽ നമ്മൾ എല്ലായിടത്തും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ അരിപ്പൊടിയൊന്നും എല്ലായിടത്തും ഇങ്ങനെ പിടിക്കാതെ ഒട്ടാതെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പം ഒന്ന് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എല്ലായിടത്തും ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുത്തു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, കൈയൊന്ന് ഇച്ചിരി വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്ത് കൈയൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് നമുക്ക് ആവശ്യത്തിലുള്ള മാവെടുത്ത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇടിയപ്പം ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ മാവൊന്ന് കുഴച്ച് കഴിയുമ്പോൾ ഇതൊട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ ഇപ്പം നമുക്ക് കട്ടയൊന്നും കെട്ടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം ഒന്ന് നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഇടിയപ്പത്തിൻ്റെ അച്ചൊക്കെ ഒന്ന് മാവിട്ട് അടച്ചെടുത്തു. ഇനി നമ്മൾ എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന ആ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, ഇഡ്ഡലി പാത്രം എടുത്തിട്ട് നമുക്ക് കുറച്ച് അകലത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ നമുക്ക്, അല്ലെങ്കിൽ നല്ല കുഴി പോലെ ഇഡ്ഡലി പോലെ കുഴി വേണമെങ്കിൽ ആ പാത്രത്തിൻ്റെ അകത്താകുന്ന പോലെ തന്നെ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇടിയപ്പം നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുകൊണ്ടോ ഒട്ടും തന്നെ നമുക്ക് അടിയിൽ പിടിക്കുകയോ നമ്മൾ ബലം പിടിക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ചെറിയ തേങ്ങയും കൂടെ ഇതിൻ്റെ മേലിൽ കൂടെ ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്തിട്ട് ഇത് നമുക്ക് ഇടിയപ്പം സ്റ്റീമറിൽ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം. ഞാനിപ്പോൾ ആൾറെഡി വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു, നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീമിൽ വെന്താൽ മതി, നമ്മുടെ സൂപ്പറായിട്ടുള്ള ഇടിയപ്പം തയ്യാറാകും. അപ്പോൾ ഈ ഇടിയപ്പം വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അടിപൊളി കടലക്കറി തയ്യാറാക്കാം. ഞാൻ ഇന്നലെ രാത്രി തന്നെ കടല കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിരുന്നു. നന്നായിട്ട് കടലയൊക്കെ കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കുതിർന്ന കടലേനെ നന്നായിട്ട് കഴുകി നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കടലക്കറി നമുക്ക് ഇടിയപ്പത്തിനും പുട്ടിനും അതുപോലെ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാണ്ട് 2 പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് നല്ല ഫ്രഷായിട്ടുള്ള കരിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ കടല വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഈ
പ്രഷർ കുക്കർ മൂടി വെച്ച് നമുക്കൊരു 4-5 വിസിൽ, കടല നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ എത്ര വിസിൽ വേണോ അത്ര നിങ്ങൾ കടല വേകുന്നതനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതിന് കൂടെ ആ സവാള എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് ചിരകിയ തേങ്ങ, 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. വേറെ മസാലകളൊന്നും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അതിൽ നിന്ന് 1 തവി കടല കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1-1.5 തവിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സവാളയും 1 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ കൂട്ടി നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി കുറച്ച് പൊടികൾ വേണം. ആദ്യം കുറച്ച് ഹോൽമ, 1 പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ എല്ലാം ഓരോന്ന് എടുക്കാൻ മതി. എന്നിട്ടൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ഞാനിപ്പം 2 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 3 സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. കരിവേപ്പില എണ്ണയ്ക്കകത്തൊന്ന് ഇങ്ങനെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അന്നേരം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഹോൾ മസാലയും പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എന്നിട്ട് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് സ്മെല്ല് വരുമ്പം ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്കിത് കറി തയ്യാറാകുകയും ചെയ്യും. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാല എല്ലായിടത്തും ഒന്ന് പിടിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, തേങ്ങയും നമ്മൾ കുറച്ചെടുത്ത് വെച്ച് ആ കടലയൊക്കെ കൂട്ടി അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള അരപ്പാണ് ഇത്. നമ്മൾ കടലയൊക്കെ കൂട്ടി അരച്ച് കഴിയുമ്പം ഇതുപോലെ നല്ല തിക്കായിട്ടുണ്ടാകും. ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി മതി, അധികം വെള്ളം ഒഴിക്കേണ്ട. ഇപ്പോൾ പുട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇടിയപ്പത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ചാറ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകി നമുക്ക് എത്ര ചാറ് വേണം അത്രയും വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് തിളച്ച് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഇച്ചിരി ഇതിന് മേലെ കൂടെ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ മല്ലിയില തൂക്കി കൊടുത്താലും മതി. ഇനി മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കടലക്കറി തയ്യാറായി. അതുപോലെ തന്നെ ഇപ്പറേ നമ്മുടെ ഇടിയപ്പവും റെഡിയായി. നല്ല സോഫ്റ്റായിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, എന്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം. നമുക്ക് കൈകൊണ്ട് തന്നെ ആ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി ഈ കടലക്കറിയും ഇടിയപ്പവും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നമുക്കിപ്പോൾ രാവിലെ ബോക്സിലൊക്കെ തയ്യാറാക്കി കൊടുക്കാനും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കടലക്കറിയും ഇടിയപ്പവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.